നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് USSന് ചോദിക്കാനിടയുള്ള കുറച്ച് മലയാളം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധിയായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. നോക്കുക, ഓരോ ചോദ്യവും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്ത ചോദ്യമാണ്. ഓക്കെ, കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. ഓക്കെ, കണ്ണിൽ പൊടിയിടുക, ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് തെറ്റിക്കാൻ ഇടണ്ടാവില്ല. ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ, രക്ഷപ്പെടുക. ഓപ്ഷൻ ബി, കണ്ണിൽ പൊടി വാരിയിടുക. സി, കബളിപ്പിക്കുക. ഡി, ബുദ്ധി നശിപ്പിക്കുക. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശൈലി കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നേരെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ ബി നോക്കുക, കണ്ണിൽ പൊടി വാരിയിടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ശൈലിയാണ് ഉത്തരം. എന്താണ് തീർച്ചയായും ഉത്തരം? ഓപ്ഷൻ സി, കബളിപ്പിക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം, ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് ആര്? ഓപ്ഷൻ എ, ആർ നാരായണ പണിക്കർ. ബി, എഴുത്തച്ഛൻ. സി, AR രാജരാജവർമ്മ. ഡി, ശ്രീകണ്ഠേശ്വരം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് ആര് അല്ലെ? നമ്മള് എഴുത്തച്ഛനിലേക്ക് പോകരുത്. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ്. ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് ഉത്തരം ഓപ്ഷൻ സി, AR രാജരാജവർമ്മ. ഓക്കെ, AR രാജരാജവർമ്മ. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥവ്യത്യാസം തിരഞ്ഞെടുക്കുക. അർത്ഥം, അർദ്ധം. ഓക്കെ, അർത്ഥം, അർദ്ധം. ഓപ്ഷൻ എ, പകുതി, ധനം. ഓപ്ഷൻ ബി, ധനം, പകുതി. സി, പണം, സമ്പത്ത്. ഡി, സമ്പത്ത്, പണം. ഏതാണ് ഇതിൽ ശരിയായ അർത്ഥവ്യത്യാസം? ചോദ്യം ഒന്നുകൂടി കൃത്യമായി വായിച്ചു നോക്കുക. ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥവ്യത്യാസം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് പദങ്ങൾ, അർത്ഥം, അർദ്ധം. ഓക്കെ, ശരിയായ ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, ധനം, പകുതി. ഓക്കെ, ധനം, പകുതി. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം, അടിയിൽ വരയിട്ട പദത്തിന്റെ അർത്ഥം തിരഞ്ഞെടുക്കുക. അടിയിൽ വരയിട്ട പദത്തിന്റെ അർത്ഥം തിരഞ്ഞെടുക്കുക. നോക്കുക, പദം ഇതാണ്, അനിയന്ത്രിതമായ അഗ്നി ആ കാടിനെ ക്ഷണനേരം കൊണ്ട് ചാമ്പലാക്കി. അനിയന്ത്രിതമായ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസിലേക്ക് കിടക്കാം. എ, ശക്തമായ. ബി, നിയന്ത്രിക്കാനാവാത്ത. സി, ആളിപ്പടർന്ന. ഡി, അസഹനീയമായ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയന്ത്രിതമായ അല്ലേ, അതിനു മുമ്പ് ആ ചേർത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങളിലും ആ ചേർക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റായ, അതായത് എതിർ പദമായി മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഓപ്ഷൻ ബി, നിയന്ത്രിക്കാനാവാത്ത. ഓക്കെ, നിയന്ത്രിക്കാനാവാത്ത. നിയന്ത്രിതമായ അതിനു മുമ്പ് ആ വന്നപ്പോൾ അനിയന്ത്രിതമായ. മനസ്സിലായോ? അതാണ് ഓപ്ഷൻ ബി, നിയന്ത്രിക്കാനാവാത്ത എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ഒന്നാമനായി കണക്കാക്കപ്പെട്ടയാൾ എന്ന വാക്കിന്റെ ഒറ്റ പദം എഴുതുക. ഒന്നാമനായി കണക്കാക്കപ്പെട്ടയാൾ. ഓപ്ഷൻസ് എ, പ്രഥമൻ. ബി, നേതാവ്. സി, പ്രഥമഗണനീയൻ. ഡി, അഗ്രഗണ്യൻ. ഓക്കെ, ഏതാണ് ഒന്നാമനായി കണക്കാക്കപ്പെട്ടയാൾ എന്ന വാക്കിന്റെ ഒറ്റ പദം? ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി, പ്രഥമ ഗണനീയൻ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ
മഞ്ഞക്കിളി വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? എ. മഞ്ഞയായ കിളി. ബി. മഞ്ഞയും കിളിയും. സി. മഞ്ഞ പോലത്തെ കിളി. ഡി. മഞ്ഞ നിറമുള്ള കിളി. നമുക്ക് സംശയിക്കാതെ ഉത്തരം പറയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അല്ലെ? മഞ്ഞ നിറമുള്ള കിളിയെ നമ്മൾ മഞ്ഞക്കിളി എന്ന് പറയും. അതുപോലെ പച്ച നിറമുള്ള കിളിയെ പച്ചക്കിളി നമ്മൾ പറയും, അല്ലേ? നമ്മൾ 4ാം തരത്തിൽ പഠിച്ചിട്ടുണ്ട് പച്ചക്കിളി, അല്ലെ? കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞികൃഷ്ണക്കുറുപ്പിന്റെ പച്ചക്കിളി. ദെൻ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. യാദൃശ്ചികം എന്നതാണ് വാക്ക്. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം ഉരുവിടുക യാദൃശ്ചികം, അല്ലെ? യാദൃശ്ചികം എന്നാണ്. ഓപ്ഷൻ എ, ബി, സി, ഡി പരിശോധിക്കുക. ഇതിൽ യാദൃശ്ചികം എന്ന് വരുന്ന വാക്ക് തീർച്ചയായും ഉത്തരം ഓപ്ഷൻ സി, യാദൃശ്ചികം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏതൊന്നിനും ചില നിയോഗങ്ങളുണ്ട്, അതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്ന കവിതയാണ് ഡാഷ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏതൊന്നിനും ചില നിയോഗങ്ങളുണ്ട്, അതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്ന കവിതയാണ് ഡാഷ്. ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ, വീണപൂവ്. ബി, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. സി, കൊച്ചനുജൻ. ഡി, വെള്ളപ്പൊക്കം. ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. നമ്മൾ പഠിച്ച വരികളാണ്. ഓക്കെ, ദെൻ 9ാമത്തെ ചോദ്യം. മൃഗീയ വാസനകൾ ധാരാളം ഉള്ളവരായിരുന്നു രാക്ഷസന്മാർ എന്ന വാക്യത്തിൽ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക. ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അടിവരയിട്ട പദം ഇതാണ്, മൃഗീയ. ഓക്കെ, മൃഗീയ എന്നുള്ളതാണ് പദം. ഓപ്ഷൻ എ, മൃഗത്തെ പോലെയുള്ള രൂപം. ബി, മൃഗത്തിന്റെ പോലെയുള്ള പെരുമാറ്റം. സി, മൃഗത്തെ പോലെ അധപ്പതിച്ച. ഡി, മൃഗമായി തീർന്ന അവസ്ഥ. ഓക്കെ, മൃഗീയ വാസനകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്, മൃഗീയ വാസനകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? വാസനകൾ, നമുക്കത് പെരുമാറ്റത്തോട് സാമ്യപ്പെടുത്താം. ഉത്തരം ഓപ്ഷൻ ബി, മൃഗത്തിന്റെ പോലുള്ള പെരുമാറ്റം. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം. ശരിയായി പ്രയോഗിച്ചിട്ടുള്ള വാക്യമേത്? അല്ലെ, ഇതേപോലെ ഒരു വാക്യം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, അച്ഛൻ മരിച്ചു 3 ദിവസം കഴിഞ്ഞാണ് മകൻ എത്തിയത്. ഓക്കെ, ഓപ്ഷൻ ബി, അച്ഛൻ മരിച്ചു 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് മകൻ സ്ഥലത്തെത്തിയത്. ഓപ്ഷൻ സി, അച്ഛൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് മകൻ എത്തിയത്. ഡി, അച്ഛൻ മരിച്ചതിനു ശേഷം 3ാം ദിവസം കഴിഞ്ഞ ശേഷമാണ് മകൻ എത്തിയത്. ഇല്ലേ, ഏതാണ് ശരിയായി പ്രയോഗിച്ചിട്ടുള്ള വാക്യം? ഉത്തരം ഓപ്ഷൻ എ, അല്ലെ? അച്ഛൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞാണ് മകൻ എത്തിയത്. ദെൻ ശരിയായ പദം എടുത്തെഴുതുക. പദം ഇതാണ്, നെന്മണി. അല്ലേ, നെന്മണി. ഇത് നമ്മൾ മുൻപേ ചർച്ച ചെയ്തു പോയ ഒരു ചോദ്യമാണ്. നോക്കുക, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, നെൽ പ്ലസ് മണി. അല്ലേ? ദെൻ 12ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിൽ പെടാത്തത് ഏത്? ഇത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും, അല്ലെ? ഓപ്ഷൻ എ, ബാല്യകാല സഖി. ബി, ശബ്ദങ്ങൾ. സി, നാലുകെട്ട്. ആൻഡ് ഡി, പാത്തുമ്മയുടെ ആട്. നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഉത്തരം ഓപ്ഷൻ സി, നാലുകെട്ടാണ്. ദെൻ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ, കാക്കനാടൻ, ജോർജ് വർഗീസ്. ബി, കോവിലൻ, പി അയ്യപ്പൻ. സി, ഉറൂബ്, പി സച്ചിദാനന്ദൻ. ഡി, അക്കിത്തം - അച്യുതൻ നമ്പൂതിരി. അല്ലേ? ഇത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. തൂലികാ നാമങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഉറൂബ്, പി സച്ചിദാനന്ദൻ. അല്ലേ? ഉറൂബ് - പി സച്ചിദാനന്ദൻ ആണ് തെറ്റായ ജോഡി. അതിന്റെ ശരിയായ ജോഡി ഉറൂബ് - PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, ഓർത്തു വയ്ക്കുക. ദെൻ
കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? ഓപ്ഷൻ എ സി രവീന്ദ്രനാഥ്, ബി ജോസഫ് മുണ്ടശ്ശേരി, സി വി ടി ഭട്ടതിരിപ്പാട് ആൻഡ് ഡി തിക്കോടിയൻ. ശരിയായ ഉത്തരം അതെ, നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഉത്തരം ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി. ദെൻ കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് എഴുതിയ മലയാള കവി ആര്? ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ബി കുമാരനാശാൻ, സി വള്ളത്തോൾ, ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉത്തരം ഇതാണ് ഓപ്ഷൻ സി വള്ളത്തോൾ. ഓക്കെ, ദെൻ 16ാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറേ നോവലുകൾ അല്ലെങ്കിൽ കുറേ ചെറുകഥകൾ പഠിക്കുന്നുണ്ട് അല്ലെ, ആദ്യത്തെ എന്ന് വെച്ചിട്ട്. ആദ്യത്തെ അല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പരിശോധിച്ചു പോവുക. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ എ കുന്തലത, ബി കണ്ണീരും കിനാവും, സി ഊഞ്ഞാൽ, ഡി ഇന്ദുലേഖ. ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദുലേഖ. ഇന്ദുലേഖയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. ദെൻ അടുത്ത ചോദ്യം ഇതാണ്. ഒരു കടങ്കഥ കൊടുത്തിട്ടുണ്ട്, ഞാനിത് വായിച്ചു തരാം. അനേകം മതിൽ കെട്ട് അതിനകത്തൊരു വെള്ളിവടി. ഓക്കെ, അനേകം മതിൽ കെട്ട് അതിനകത്തൊരു വെള്ളിവടി. ഈ കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ തേങ്ങ, ബി കരിമ്പ്, സി പാക്ക്, ഡി വാഴപ്പിണ്ടി. ഓക്കെ, അനേകമായ മതിൽക്കെട്ട് അതിനകത്തൊരു വെള്ളിവടി. ഉത്തരം ഓപ്ഷൻ ഡി വാഴപ്പിണ്ടി. അല്ലേ, നമ്മൾ വാഴപ്പിണ്ടി പൊളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ മതിൽ കെട്ടി അല്ലേ, കുറെ പോളകൾ ഉണ്ടായിരിക്കും, അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, ആ വാഴപ്പിണ്ടി അല്ലേ, അത് കിട്ടും. ദെൻ അടുത്ത ചോദ്യം. 2020 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ ഏഴാച്ചേരി രാമചന്ദ്രൻ, ബി വിഷ്ണു നാരായണൻ നമ്പൂതിരി, സി സുഗതകുമാരി, ഡി പോൾ സക്കറിയ. ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി പോൾ സക്കറിയ. ഓക്കെ, പോൾ സക്കറിയ. ദെൻ കരി എന്ന പദത്തിന്റെ നാനാർത്ഥമായി ഉൾപ്പെടുത്താൻ സാധിക്കാത്ത പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. കരി എന്ന പദത്തിന്റെ നാനാർത്ഥമായി ഉപയോഗിക്കാൻ സാധിക്കാത്ത പദം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ കരിക്കട്ട, ബി കലപ്പ, സി ആന, ഡി കുരങ്ങ്. ഏതാണ് ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കുരങ്ങ് അല്ലേ, വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. ആഗതം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ വിഗതം, ബി അനാഗതം, സി സുഗതം, ഡി ഗതം. ഉത്തരം ഇതാണ് ആഗതം എന്ന പദത്തിന്റെ വിപരീത പദം. ഉത്തരം ബി അനാഗതം. ഓക്കെ, അനാഗതം. നമ്മൾ കുറേ ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നുകൂടി കാണുക, എന്നിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ഈ ചോദ്യങ്ങൾ പകർത്തി എഴുതുക. വീണ്ടും മറ്റൊരു സമയത്ത് നിങ്ങൾ അത് മറിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.